നേവിയുടെ PRO ശ്രീ അതുൽ പിള്ള നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ അതുൽ പിള്ള, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അറൌണ്ട് 10:30 മാരിടൈം ഓപ്പറേഷൻ സെന്റർ കൊച്ചിയിൽ ഈ ഇൻഫോർമേഷൻ കിട്ടിയത്. അപ്പം നേവിയുടെ ഒരു ഷിപ്പ് ഓൾറെഡി ആ ഏരിയയിലോട്ട് കൊച്ചിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഷിപ്പിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത്, അതല്ലാതെ നേവിയുടെ ഒരു ഡോണിയറും ടാസ്കിന് ഓൺ എയർ പോയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുകളും കോസ്റ്റ് ഗാർഡിന്റെ 2 ഡോണിയേഴ്സും ടാസ്കിലുണ്ട്. അവർ ഏരിയൽ അസസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ കാണാം മേളിൽ. അത് എക്സാക്ട് എത്രയാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പം. പക്ഷെ കുറച്ച് കണ്ടെയ്നേഴ്സ് വെള്ളത്തിലുണ്ട്. പിന്നെ കുറച്ച് ലൈഫ് റാഫ്റ്റ് സ്റ്റാഫ്, അവിടുത്തെ ക്രൂ 22 ക്രൂ ഉണ്ടായിരുന്നു. അതിൽ കുറെ ക്രൂസ് അവര് ലൈഫ് റാഫ്റ്റിൽ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ 40 ആളുകൾ ഉണ്ടെന്നാണ് ഞങ്ങൾ ആദ്യം ലഭിച്ച വിവരം. ആകെ 22 പേരാണോ ഉള്ളത്? അതിനകത്തുള്ള ആളുകളാണോ അല്ലെങ്കിൽ കടലിലേക്ക് ചാടിയിരുന്നത്? 22 ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് 22 കുറച്ച് ക്രൂ അവര് ലൈഫ് റാഫ്റ്റ് ജമ്പ് ചെയ്ത് ഷിപ്പിന് അബാൻഡൻ ചെയ്ത്. അപ്പൊ അതിൽ എക്സാക്ട് എത്ര പേരാണെന്നുള്ളത് ആ ഒരു കൺഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വലിയ പുക ഇങ്ങനെ വല്ലാതെ ഉയരുന്നതായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ വലിയൊരു തീപിടുത്തമാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടതല്ലേ? അങ്ങനെയല്ലേ? അതിപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഈ ഡോണിയർ വിമാനങ്ങളിലൊക്കെയുള്ള ആളുകൾ, അവിടെ നിരീക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ നൽകുന്ന വിവരം അനുസരിച്ച് ഇത് വലിയ തീപിടുത്തം തന്നെ, വലുതായിട്ട് വലിയ തോതിലാണ് ഉയരുന്നത് പുക, അല്ലേ? ജനറലി അറ്റ് സീല് ഫയർ ഇൻസിഡന്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്യും. മൈനർ ഫയർ അല്ലെങ്കിൽ മേജർ ഫയർ. മൈനർ ഫയർ ക്രൂന്ന് തന്നെ അതിനെ ഇത് ചെയ്യാനുള്ള ട്രെയിനിങ് ഉണ്ട് ക്രൂസിന്, എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള. ഇത് എനിക്ക് തോന്നുന്നു ക്രൂവിനെ കൊണ്ട് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു എ മേജർ ഫയർ നൗ. ബിക്കോസ് ക്രൂ ഇല്ല അതിനകത്ത്. ഷിപ്പ് തീയും തീ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. ഇതിനകത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? അങ്ങനെ സാധാരണ ഇതിൽ ചെയ്യാറുണ്ടോ? അവരോട് സംസാരിക്കാനോ മറ്റോ പറ്റുമോ നേവിക്ക്? പറ്റും, പക്ഷെ ഇപ്പൊ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആ ഒരു ക്ലാരിറ്റി ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് എത്ര ക്രൂ അതിൽ പോയിട്ടുണ്ടെന്നും എനിക്കറിയാൻ. ഇതിപ്പോ കടലിലേക്ക് വീണ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് ഇനി എത്ര സമയം വേണ്ടി വരും? നമ്മുടെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എപ്പോഴാണ് എത്തുക? ഓൾറെഡി വേറൊരു മെർച്ചന്റ് വെസൽ മാർവൽ എന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിലുണ്ട്. ആ ഷിപ്പ് അല്ലാതെ തന്നെ ഇവിടെ നിന്നുള്ള ഷിപ്പുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ബേപ്പൂരിൽ നിന്നുള്ള ചെറിയ ഷിപ്പും പിന്നെ കൊച്ചിയിലുള്ള ഷിപ്സ് എല്ലാം അങ്ങോട്ട് ഫുൾ സ്പീഡ് പോയിട്ടുണ്ട്. ഓക്കെ. എന്താ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇത്ര ഒരു സംഭവം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇനി അതൊരു ഇത് അസസ് ചെയ്യും, എത്ര ഫയർ ഉണ്ടെന്നുള്ളതൊക്കെ അസസ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇതിപ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരിക്കുമല്ലോ പ്രാഥമികമായിട്ട് ചെയ്യുക, അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക അതായിരിക്കുമല്ലോ. അതിന് ഏത് സംവിധാനമായിരിക്കും അങ്ങോട്ടേക്ക് പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? കേട്ടില്ല എങ്ങനെ? അതായത് ഈ ആളുകളെ രക്ഷപ്പെടുത്തുക, മനുഷ്യരെ, അതായത് 22 ആളുകൾ, അവരെ രക്ഷപ്പെടുത്തുക, കടലിൽ വീണ ആളുകളെയും അവിടെ ഉള്ള ആളുകളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരിക്കുമല്ലോ ഫസ്റ്റ് കാര്യം. അപ്പോൾ അത് എത്ര വേഗത്തിൽ നടക്കും? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം? ആരായിരിക്കും, ഏത് വാഹനം, നമ്മുടെ എന്ത് ഷിപ്പായിരിക്കും അങ്ങോട്ടേക്ക് ചെല്ലുക? നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഷിപ്പ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. ആദ്യം ക്രൂവിനെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡ് പാരലലി അതിന് ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കോൺഫിഗറേഷനിൽ ആയിരിക്കും അവർ നെക്സ്റ്റ് അവരുടെ അസറ്റ്സ് വിടുന്നത്, നെക്സ്റ്റ് ഷിപ്പ് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അത് ഫയർ ഫൈറ്റിംഗിന് വേണ്ടിയുള്ള ഇതും അത് ആ ഒരു കോൺഫിഗറേഷനിലായിരിക്കും ഷിപ്പുകൾ കോസ്റ്റ് ഗാർഡിൽ ഇനി അങ്ങോട്ട് പോകുന്ന ഏരിയയിലോട്ട്. സാർ, ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ ഷിപ്പിന്റെ അഡ്മിനിസ്ട്രേഷൻ ടീമുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകുമോ? അവർ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ചാണോ ഈ 22 ആളുകളാണ് അവിടെയുള്ളത്? ഇപ്പം അവിടുത്തെ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ബാക്കി അത് വേറെ ഓഫീസ് വേറെ അവര് അത് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ആദ്യം ക്രൂവിനെ രക്ഷപ്പെടുത്തുന്ന ടാസ്ക് കോസ്റ്റ് ഗാർഡിനായിരിക്കും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒറ്റ കാര്യം കൂടെ, നമ്മൾ ഈ ഒരു സമയം വെച്ചിട്ട് എത്ര സമയത്തിനകത്ത് നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്? എത്ര ടൈം? അദ്ദേഹം വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീ അതുൽ പിള്ളയാണ്, അദ്ദേഹം നാവികസേനയുടെ വക്താവാണ്. അവിടെ നിന്ന് അദ്ദേഹമാണ് സംസാരിച്ചത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇതൊരു ആക്ച്വൽ ദൃശ്യമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു AI നേരത്തെ വന്ന ചിത്രങ്ങൾ എന്നുള്ള ഒരു AI വിഷ്വൽ മാത്രമാണ്. ഒരു വീഡിയോ ആയിട്ട് തോന്നുമെങ്കിലും അത് ഒരു AI നേരത്തെ വന്ന വിഷ്വൽസ്, ചിത്രങ്ങളിൽ നിന്നുണ്ടായ ഒരു ഇമേജാണ്. ആ സംഭവത്തിൻ്റെ ഒരു ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. 18 പേർ, 22 പേരാണ് ആകെയുള്ളത് ഷിപ്പിനകത്ത് എന്നാണ് അദ്ദേഹം അതുൽ പിള്ള ഇപ്പോൾ പറഞ്ഞത്. 40 പേരെന്നായിരുന്നു നമ്മൾ നേരത്തെ കിട്ടിയ വിവരം. 22 പേരെന്നാണ് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 22 പേരാണ് ആകെ. 18 പേർ കടൽ ചാടി, എന്നാൽ 22 പേരാണ് ആകെ. അതിനകത്ത് കുറച്ച് ആളുകൾ കടലിലേക്ക് ചാടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം നൽകിയ വിവരങ്ങളിലുള്ളത്.